നമസ്തേ. വടക്കേ മലബാറിലെ പുരാതനമായ പയ്യോളി കീഴൂർ മഹാശിവക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിനോടനുബന്ധിച്ച് കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല ആചാര ലംഘനം നടത്തിയിരിക്കുന്നു. ഇതിൽ ശക്തമായ പ്രതിഷേധവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള ഹൈന്ദവ സംഘടനകളും ഭക്തജനങ്ങളും എത്തിയിരിക്കുകയാണ്. ക്ഷേത്ര തിരുമുറ്റത്ത് കയറുകയും തിരുവാഭരണങ്ങൾ സൂക്ഷിച്ച നിലവിറയ്ക്ക് അടുത്തുവരെ പ്രവേശിക്കുകയും ചെയ്ത കടുത്ത ആചാര ലംഘനമാണ് ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം ഇടയാക്കിയിരിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സവിശേഷ ആചാരാനുഷ്ഠാനങ്ങളും കഠിന വ്രതചര്യകളുമുള്ള ഒരു ക്ഷേത്രമാണ് കീഴൂർ ശിവക്ഷേത്രം. ഇവിടെയാണ് ഇത്തരം ഒരു സംഭവം അരങ്ങേറി ട്രസ്റ്റി ബോർഡ് ചെയർമാനും അംഗങ്ങളും ചേർന്ന് MLAയെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോയത്. ഭക്തജനങ്ങളുടെ പ്രതിഷേധം ക്ഷേത്രം അധികൃതർ അവഗണിച്ചപ്പോഴാണ് നാട്ടുകാർ ഹൈന്ദവ സംഘടനകളുമായി ബന്ധപ്പെട്ടത്. ക്ഷേത്ര ആഘോഷങ്ങൾക്കോ മറ്റു ചടങ്ങുകൾക്കോ തടസ്സം ഉണ്ടാകാതിരിക്കാനായി ആറാട്ട് മഹോത്സവം കൊടി ഇറങ്ങിയ ശേഷം ഹൈന്ദവ സംഘടനാ പ്രവർത്തകർ ക്ഷേത്രം തന്ത്രിയെ നേരിട്ട് കണ്ട് ആചാര ലംഘന വിവരം അറിയിച്ചപ്പോൾ തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് MLA തിരുമുറ്റത്ത് പ്രവേശിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നടന്നത് തീർത്തും ആചാര ലംഘനം ആണ് എന്നും ഉചിതമായ നിയമ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി തന്നെ മുന്നോട്ട് പോകുന്നതിൽ തങ്ങൾക്ക് യാതൊരുവിധ എതിർപ്പും ഇല്ല എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ക്ഷേത്രോത്സവത്തിന് മുന്നേയുള്ള പ്രസാദ ശുദ്ധിക്രിയകളും രക്ഷോഘ്ന ഹോമവും നടത്തി ശുദ്ധി വരുത്തി കൊടിയേറ്റത്തിന് തയ്യാറായി നിൽക്കുന്ന ക്ഷേത്രത്തിൽ ക്ഷേത്രാചാരപരമായ ശുദ്ധാശുദ്ധികൾക്ക് പ്രാധാന്യമില്ലാത്ത അന്യമതസ്ഥ കയറി ആചാര ലംഘനം നടത്തിയ കാര്യം യാതൊരു പ്രാധാന്യവുമില്ലാത്ത രീതിയിലാണ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ പറഞ്ഞത്. മാത്രമല്ല, ഇതര മതസ്ഥർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാമെന്ന വിചിത്രവും അസാധാരണവുമായ പ്രസ്താവനയാണ് ബോർഡ് മെമ്പറായ ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ചത് എന്നോർക്കണം. ഉത്തര മലബാറിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രം കീഴൂർ മഹാദേവ ക്ഷേത്രം ഈ അടുത്ത് ഈ പ്രാവശ്യത്തെ ഉത്സവത്തോടനുബന്ധിച്ചിട്ട് ക്ഷേത്രത്തിലെ പ്രാസാദ ശുദ്ധിയും അതിനടുത്ത ദിവസം കൊടിയേറ്റവും നടക്കുന്ന അന്ന് കൃത്യമായി പറഞ്ഞാൽ 12 മണിയോളം ആ സമയത്ത് ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ് മെമ്പർമാർ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ സ്ഥലം MLA ബഹുമാനപ്പെട്ട ശ്രീമതി ജമീല അവരുകളെ ക്ഷേത്രത്തിൻ്റെ അകത്തുകൂടെ, അതായത് ക്ഷേത്ര അവയവമായി കാണുന്ന 4ാമത്തെ പ്രാസാദവും പ്രാകാരവുമായിട്ടുള്ള ആ പ്രദക്ഷിണ വഴിയിലൂടെ നടത്തി പത്തായപ്പുരയിലേക്കും, പത്തായപ്പുര എന്ന് പറയുന്നത് ക്ഷേത്രദേവൻ്റെ ഉടയാടകളും ആഭരണങ്ങളും മറ്റ് പ്രധാനപ്പെട്ട വിളക്കുകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം, അതോട് ചേർന്നിട്ട് അതിലെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയി എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. ഈ 10-ാം തീയതി നടന്നിരിക്കുന്ന ആ സംഭവം ഞങ്ങളിത് ചോദിക്കാൻ വേണ്ടി ഈ പറയുന്ന കമ്മിറ്റിക്കാരുടെ പോയ സമയത്ത് അവരെ നിഷേധിക്കാനുണ്ടായത്. അതിനു മുമ്പ് ക്ഷേത്ര തന്ത്രി, അതായത് ക്ഷേത്രദേവൻ്റെ പ്രതിഷ്ഠയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രിയുമായി ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ പ്രാസാദ ശുദ്ധിയും കൊടിയേറ്റവും കഴിഞ്ഞ് അദ്ദേഹം ഇവിടുന്ന് പോയി അതിനുശേഷം നടന്ന സംഭവങ്ങളൊന്നും അദ്ദേഹം അറിയില്ല. അതായത് ഈ ജമീല MLA ജമീല അവർകൾ അവസാനത്തെ ക്ഷേത്ര ചുറ്റുമതിലിൻ്റെ ഉള്ളിലൂടെ പ്രദക്ഷിണ വഴിയിലൂടെ കടന്നതും ഈ പറയുന്ന വിളക്കിന് സമീപത്ത് വന്നതൊന്നും അദ്ദേഹം അറിയില്ല. അപ്പം ഏതാണ്ട് ക്ഷേത്രത്തിൻ്റെ ഉത്സവം തീരുമാനിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ കഠിന വ്രതചര്യകളിലൂടെ മാത്രം ഉള്ള കുറേ ഭക്തജനങ്ങളുടെ ഒരു കേന്ദ്രമാണ് കിഴൂരിൻ്റെ പരിസര പ്രദേശങ്ങളും. ആ ഭക്തജനങ്ങളുടെ വ്രതശുദ്ധിയിലും അവർ സൂക്ഷിക്കുന്ന ആ ശുദ്ധിയിൽ ഒരു കളങ്കമുണ്ടാക്കുന്ന രീതിയിലാണ് ഈ MLA ക്ഷേത്രത്തിനകത്തേക്ക് കയറിയത്. അദ്ദേഹം അവിടെ പോയത് എന്തിനാണെന്നോ
ഏതിനാണെന്നോ നമുക്കറിയില്ല. പക്ഷേ ഒറ്റ കാര്യം എന്തേ ഉള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ, ദേവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ പ്രദക്ഷിണ വഴിയിലൂടെ നടന്നു പോകുന്നത് ഒരു കഠിനമായിട്ടുള്ള ആചാരലംഘനമാണ്. ഈ ആചാരലംഘനത്തിനെയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? ചോദ്യം ചെയ്യുന്നത്. ആ ആചാരലംഘനം നടന്നു എന്നുള്ളത് കൃത്യമാണ്. അതിനുള്ള ഫോട്ടോകളും വീഡിയോകളും വരെ നമ്മളെ കയ്യിലുണ്ട്. വിശ്വാസ പ്രമാണങ്ങളെ അട്ടിമറിക്കാനുള്ള ചടുലമായ കുതന്ത്രങ്ങളാണ് ഇതിനു പിന്നിലെന്നും ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒന്നും തന്നെ അല്ല എന്നും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം മുസ്ലിം ജിഹാദി കാടാമ്പുഴ ക്ഷേത്രത്തിൽ വന്ന് ബീഫ് വിളമ്പിയതടക്കം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മൂടോടെ ഹിന്ദുത്വത്തെ തുടച്ചു മാറ്റുന്നതിനായുള്ള കുതന്ത്രങ്ങൾക്കാണ് കേരളത്തിൽ ആരംഭം കുറിച്ചിട്ടുള്ളത് എന്നും കേരളത്തിന്റെ സംസ്കാരത്തെ തന്നെ അട്ടിമറിക്കുന്ന ശൈലിയായിട്ടാണ് ഇത് കാണപ്പെടുന്നത് എന്നും ഇത് യാതൊരു തരത്തിലും അംഗീകരിക്കുവാനോ അനുവദിക്കാനോ കഴിയുന്നതല്ല എന്നും അതിശക്തമായ പ്രതിഷേധവും ശക്തമായ പ്രതികരണങ്ങളും ഉടനടി തന്നെ ഉണ്ടാകും എന്നും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ പറഞ്ഞു.